എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ പുൽബനീതി മാം എന്ന കവിതയെക്കുറിച്ചാണ്. ഈ കവിത എഴുതിയത് നരേന്ദ്ര പുണ്ടരിക്കാണ്. നിങ്ങൾ ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. തുടർന്ന് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. എല്ലാ ക്ലാസ്സിൻ്റെയും വീഡിയോസ് ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇനി സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതാണ്. ഈ കവിതയിൽ നരേന്ദ്ര പുണ്ടരിക് നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അമ്മയെക്കുറിച്ചാണ്. അമ്മയുടെ മഹത്വത്തെക്കുറിച്ചാണ് ഈ കവിതയിലൂടെ നമ്മളോട് നരേന്ദ്ര പുണ്ടരിക് പറയാൻ ഉദ്ദേശിക്കുന്നത്. കുടുംബ ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്ന കണ്ണിയാണ് അമ്മ. അമ്മ ആഗ്രഹിക്കുന്നത് മക്കളുടെ സുഖം മാത്രമാണ്. വാർദ്ധക്യത്തിൽ ഒരമ്മയും മക്കൾക്ക് ഭാരമാകാൻ ഇഷ്ടപ്പെടുന്നില്ല. അമ്മ ഇല്ലാതെ വരുമ്പോഴാണ് അമ്മയുടെ വില മക്കൾ അറിയുന്നത്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന അമ്മയെക്കുറിച്ചാണ് ഈ കവിതയിൽ പറയുന്നത്. हम भाइयों के बीच पुल बनी दी माम, जिसमें आए दिन दौड़ती रहती थी बेधड़क, बिना किसी हरी लाल बत्ती के हम लोगों की चुप चुप चक चक. ഈ കവിതയിൽ പുൽബനീതി മാമിൻ്റെ അർത്ഥം ഞാൻ ആദ്യം പറയാം. അമ്മ പാലം നിർമ്മിച്ചിരുന്നതാണ് ഇതിൻ്റെ അർത്ഥം. വൃദ്ധരായ മാതാപിതാക്കൾ മക്കൾക്ക് ഭാരമാകുന്നത് ഇന്ന് എവിടെയും കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. ശ്രീ നരേന്ദ്ര പുണ്ടരിക് എഴുതിയ ഈ കവിത ശ്രദ്ധിക്കൂ. ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി ദി മാം, ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ അമ്മ പാലം നിർമ്മിച്ചിരുന്നു. ജിസ്മേ ആയേ ദിൻ ദൗഡ്തി രഹ്തി ദി ബേധടക്ക്, ജിസ്മേ ആയേ ദിൻ പിന്നീടുള്ള നാളുകളിൽ, ദൗഡ്തി രഹ്തി ബേധടക്ക് തടസ്സങ്ങളുമില്ലാതെ ഓടിക്കൊണ്ടിരുന്നു. എങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്നത്? ബിനാ കിസി ഹരി ലാൽ ബത്തി കെ ഹം ലോഗോം കി ചുക് ചുക് ചക് ചക്, ഒരു പച്ച വെളിച്ചമോ ചുവന്ന വെളിച്ചമോ ഇല്ലാതെ ഞങ്ങളുടെ വണ്ടി നിർവിഘ്നം ഓടിക്കൊണ്ടിരുന്നു. നിർവിഘ്നം എന്ന് ഉദ്ദേശിക്കുന്നത് തടസ്സങ്ങളൊന്നും ഇല്ലാതെയാണ് ആ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. ഇനി അടുത്ത ലൈനിലോട്ട് പോവാം. पिता के बाद हम भाइयों के बीच पुल बनी माम, अचानक नहीं टूटी धीरे धीरे टूटती रही, हम देखते रहे और मानते रहे कि बूढ़ा रही है माँ. പിതാ കെ ബാദ് ഹം ഭായിയോം കെ ബീച്ച് പുൽ ബനി മാം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ മരണശേഷവും അമ്മ ഞങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ പാലം നിർമ്മിച്ചു. അചാനക് നഹീൻ ടൂട്ടി ധീരെ ധീരെ ടൂട്ടി രഹി. അചാനക് നഹീൻ ടൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തകർന്നില്ല, പതുക്കെ പതുക്കെ അമ്മ തകർന്നുകൊണ്ടേയിരുന്നു. ഹം ദേഖ്തേ രഹേ ഓർ മാൻതേ രഹേ കി ബൂഢാ രഹി ഹേ മാം, ഞങ്ങൾ കണ്ടുകൊണ്ടേയിരുന്നു, മനസ്സിലാക്കിക്കൊണ്ടിരുന്നു. മാൻതേ രഹേ എന്ന് വെച്ചാൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു, അമ്മ വയസ്സായി കൊണ്ടേയിരുന്നു. അടുത്തത്, മാം के बार बार कहने को हम मानकर चलते रहे, उसके बूढ़े होने की आदत और अपनी हर आवाज में धीरे धीरे टूटती रही माँ, हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. धीरे धीरे महसूस करने लगे हम अपने वृषभ कंधों में माम का भारी होना. മാം കെ ബാർ ബാർ കഹനേക്കോ, അമ്മ ഒരു കാര്യം തന്നെ പലതവണ പറയാൻ തുടങ്ങി. ഹം മാൻകർ ചൽത്തേ രഹേ, അത് മാനിച്ച് ഞങ്ങൾ ജീവിച്ചു കൊണ്ടേയിരുന്നു. ഉസ്കെ ബൂഢേ ഹോനേക്ക് ആദത് ഔർ അപ്നെ ഹർ ആവാസ് മേ, അവരുടെ വയസ്സായപ്പോഴുള്ള സ്വഭാവത്തിലും ശബ്ദത്തിലും പതുക്കെ പതുക്കെ അമ്മ തളർന്നുകൊണ്ടേയിരുന്നു. अपनी हर आवाज में धीरे धीरे टूटती रही माँ, हाथों हाथ रहती माँ एक दिन हमारे कंधों में आ गई. അവരുടെ വയസ്സായപ്പോൾ സ്വഭാവത്തിലും ശബ്ദത്തിലും പതുക്കെ പതുക്കെ അമ്മ തളർന്നുകൊണ്ടേയിരുന്നു. കൈകോർത്ത് ജീവിച്ചിരുന്ന അമ്മ ഒരു ദിവസം ഞങ്ങളുടെ തോളുകളിലായി. ഞങ്ങളുടെ ബലിഷ്ഠമായ തോളുകളിൽ അമ്മയുടെ ഭാരം പതുക്കെ പതുക്കെ ഞങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. जब तक जीवित रही माम, हम बदलते रहे अपने कंधे, माम आखिर माम ही तो है. बार बार हमें कंधे बदलते देख के
हमारे कंधों से उतर गई माँ और माम के कंधों से उतरते ही ഉത്തർ ഗയേ ഹമാരെ കന്ധേ. എപ്പോൾ വരെ അമ്മ ജീവിച്ചിരുന്നു? എന്താണ് ജബ് തക് ജീവത് രഹി മാ. എപ്പോൾ വരെ അമ്മ ജീവിച്ചിരുന്നു? ഞങ്ങൾ ഞങ്ങളുടെ തോൾ മാറിക്കൊണ്ടേയിരുന്നു. അമ്മ അവസാനം അമ്മ തന്നെയാണ്. പലതവണ ഞങ്ങൾ തോളുകൾ മാറുന്നത് കണ്ട് ഞങ്ങളുടെ തോളിൽ നിന്ന് അമ്മ ഇറങ്ങിപ്പോയി. അമ്മ തോളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളുടെ തോൾ ദുർബലമായി. അമ്മ തോളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് അമ്മ മരണപ്പെട്ടപ്പോഴാണ് അമ്മയുടെ വില എന്താണെന്ന് മക്കൾക്ക് മനസ്സിലായത്. അപ്പോൾ നിങ്ങൾക്ക് കവിത മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ താഴെയായിട്ട് വേർഡ് മീനിങ് കൊടുക്കുന്നുണ്ട്. ഈ കവിതയിൽ വരുന്ന ഡിഫിക്കൽട്ടായിട്ടുള്ള വേർഡ് മീനിങ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്വസ്റ്റ്യൻ ആൻസറുകളും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കവിതയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ, അതായത് ആശയം എഴുതാൻ വരും ഈ കവിതയെ കുറിച്ച്. അത്രയും ക്വസ്റ്റ്യൻസാണ്, 3 ക്വസ്റ്റ്യൻസും പിന്നെ 4ാമത്തത് ഈ കവിതയെ കുറിച്ചുള്ള എക്സ്പ്ലനേഷനാണ് കൊടുക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. പുൽ ബനീദി മാം സെ ക്യാ താത്പര്യ ഹെ. അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അമ്മ പാലം നിർമ്മിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? പുൽ ദോ കിനാരോं को आपस में जोड़ता है. यहाँ इसका तात्पर्य यह है कि माँ परिवार के हर सदस्य को आपस में जोड़ने वाली कड़ी रही. പാലം 2 തീരങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നതാണ്. ഇവിടെ ഇതിൻ്റെ അർത്ഥം കുടുംബത്തിലെ ഓരോ അംഗത്തെയും പരസ്പരം കൂട്ടിച്ചേർക്കുന്ന ചങ്ങലയായിരുന്നു അമ്മ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ബൂഢാ രഹി ഹേ മാം ഇസ്കാ ആശയ ക്യാ ഹേ. ബൂഢാ രഹി ഹേ മാം ഇസ്കാ ആശയ ക്യാ ഹേ. അമ്മ വയസ്സായിക്കൊണ്ടിരുന്നു, ഇതിൻ്റെ ആശയം എന്താണ് എന്നാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഇനി ഉത്തരത്തിലോട്ട് പോകാം. മാം स्वाश्रय से रहने में असमर्थ हो रही है. अर्थात माम शारीरिक रूप से कमजोर होने लगी थी. സ്വന്തം ആശ്രയത്തിൽ കഴിയാൻ അമ്മ അസമർത്ഥയായിക്കൊണ്ടിരുന്നു. പ്രായമായപ്പോൾ അമ്മ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ അസമർത്ഥയായിക്കൊണ്ടിരുന്നു. ഇതിൻ്റെ അർത്ഥം അമ്മ ശാരീരികമായിട്ടും ദുർബലമായിക്കൊണ്ടിരുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഈ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. മാം ആഖിർ മാഹി തോഹെ ഇസ്സെ ആപ്നെ ക്യാ സമझा. അമ്മ അവസാനം വരെ അമ്മ തന്നെയാണ്, ഇതിൽ നിന്നും നിങ്ങൾ എന്ത് മനസ്സിലാക്കി? അതാണ് ക്വസ്റ്റ്യൻ്റെ മീനിങ്. മാം ഹമേ ജന്മ ദേനെ വാലി ഹെ. प्यार तथा दुलार देने वाली है. माम के लिए बच्चे ही सब कुछ होते हैं. वह उनके लिए अपना जीवन समर्पित कर देती है. माम की तुलना दूसरों से कभी नहीं कर सकती, क्योंकि माम तो माम ही है. माम जहाँ भी रहती हो, बेटे उनसे किसी भी व्यवहार करें, उनके मन में सदा बेटों के लिए प्रति प्यार होगी. അമ്മ നമുക്ക് ജന്മം തന്നവളാണ്, സ്നേഹവും ലാളനയും തന്നവളാണ്. അമ്മയ്ക്ക് മക്കൾ എല്ലാമാണ്. അവർ മക്കൾക്കു വേണ്ടി സ്വന്തം ജീവൻ തന്നെ സമർപ്പിക്കുന്നു. അമ്മയെ മറ്റാരുമായി താരതമ്യം ചെയ്യാൻ കഴിയില്ല.
കാരണം അമ്മ തന്നെയാണ്. അമ്മ എവിടെ കഴിഞ്ഞാലും മക്കൾ അവരോട് ഏത് രീതിയിൽ പെരുമാറിയാലും അമ്മയുടെ മനസ്സിൽ മക്കളോടുള്ള സ്നേഹമായിരിക്കും. അതാണ് ഈ തേർഡ് ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ മീനിങ്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് കവിത का परिचय देते हुए टिप्पणी लिखी. കവിതയെ കുറിച്ചുള്ള ആശയം എഴുതാനാണ്. ആശയം എഴുതുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ ആ കവിത എഴുതിയ ആളെക്കുറിച്ചും ആ കവിതയിൽ ആ കവി എന്താണോ പറയാനോ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ചുമാണ് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത്. അപ്പം നമുക്കിവിടെ അറിയാം ഈ കവിത എഴുതിയത് നരേന്ദ്ര പുണ്ടരീകാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതാം. आदम समकालीन हिंदी कवि श्री नरेंद्र पुंडरीक की एक सुंदर कविता है पुल बनी थी माँ. इसमें कवि प्यार तथा दुलार से बेटों को पालती हुई माँ की बूढ़ापन की हालत की ओर इशारा करते हैं. സമകാലീന ഹിന്ദി കവിയായ ശ്രീ നരേന്ദ്ര പുണ്ടരീക് എഴുതിയ സുന്ദരമായ കവിതയാണ് അമ്മ പാലം നിർമ്മിച്ചിരുന്നു. ഇതിൽ കവി സ്നേഹത്തോടും ലാളനയോടും കൂടി മക്കളെ വളർത്തിയ അമ്മയുടെ വാർദ്ധക്യത്തിലെ അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. माँ अपने बेटों के बीच पुल बनी थी. इस पुल से वे बेधड़क चलती गाड़ी के समान दौड़ते रहती थी. पिता की मृत्यु के बाद भी वह पुल बनी थी. माँ धीरे धीरे टूटने लगी. माँ का कहना मानकर जीते बेटों के कंधों पर एक दिन बूढ़ी माँ का भार आ गई. അമ്മ സ്വന്തം മക്കൾക്കിടയിൽ പാലം നിർമ്മിച്ചിരുന്നു. ഈ പാലത്തിലൂടെ അവർ നിർബോധം സഞ്ചരിക്കുന്ന വണ്ടിയെപ്പോലെ ഓടിക്കൊണ്ടിരുന്നു. അച്ഛൻ്റെ മരണശേഷവും അമ്മ പാലം നിർമ്മിച്ചിരുന്നു. പതുക്കെ പതുക്കെ അമ്മ തകർന്നുകൊണ്ടിരുന്നു. അമ്മയുടെ വാക്കുകൾ മാനിച്ച് ജീവിച്ചിരുന്ന മക്കളുടെ തോളുകളിൽ ഒരു ദിവസം അമ്മയുടെ ഭാരം വന്നു ചേർന്നു. अर्थात बच्चों के प्रति प्यार तथा दुलार रहने वाली माँ एक दिन बच्चों के आश्रय में आ गई. बेटे अपने कंधे बदलते रहे. एक दिन माँ उनके कंधों से उतर गई. माँ के कंधों से उतरते ही बेटों के कंधे दुर्बल हो गए. അതായത് മക്കളെ സ്നേഹിച്ചും ലാളിച്ചും കഴിഞ്ഞിരുന്ന അമ്മ ഒരു ദിവസം മക്കളുടെ ആശ്രയത്തിലായി. മക്കൾ സ്വന്തം തോളുകൾ മാറിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അമ്മ അവരുടെ തോളിൽ നിന്നിറങ്ങിപ്പോയി. അപ്പോൾ തന്നെ മക്കളുടെ തോളുകൾ ദുർബലമായി. यह कविता हमें याद दिलाती है कि बूढ़ापन में माता पिता का संरक्षण बेटों का दायित्व है. कविता अत्यंत प्रासंगिक है. कविता की भाषा भी सुंदर है. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളുടെ സംരക്ഷണം മക്കളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കവിതാ സന്ദർഭത്തിന് യോജിച്ചതാണ്. കവിതയുടെ ഭാഷയും മനോഹരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കവിത മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.